ലീഡർഷിപ്പിനെ കുറിച്ച്, നേതൃത്വത്തെക്കുറിച്ച് അതിശയകരമായ യേശു കർത്താവിൻ്റെ പ്രസ്താവന. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഒടുക്കത്തവനാകണം. നിങ്ങളെ നയിക്കാൻ ആഗ്രഹിക്കുന്നവൻ, മുമ്പനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ശുശ്രൂഷക്കാരനാകണം. സാധാരണ ലോകത്തിൽ കണ്ടുവരുന്ന രീതിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. നമ്മളിവിടെ ഫംഗ്ഷനുകളിലൊക്കെ കാണുകയാണ്, സ്റ്റേജിൽ കയറാനും ഫോട്ടോ എടുക്കാനും മാധ്യമങ്ങളിൽ വരാനും നേതാക്കന്മാർ ഇടിപിടിയാണ്. കാരണം എങ്ങനെയും ശ്രദ്ധയിൽപ്പെടണം. ഓരോ പ്രവൃത്തികൾ ചെയ്താലും തൻ്റെ പേരിൽ വരുത്താൻ അവർ മത്സരിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെയല്ല. ക്രിസ്ത്യാനിറ്റിയിൽ എന്ന് പറഞ്ഞാൽ യേശുവിലായാൽ പിന്നെ അവനൊരു ആത്മീയൻ മാത്രമാണോ? സാമൂഹിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ്? യേശു തന്നെയാണ്. രാഷ്ട്രീയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് യേശു തന്നെയാണ്. സാമ്പത്തിക കാര്യങ്ങൾ നിർവഹിക്കുന്ന യേശു തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മുഴുവൻ ഭൂമിയെയും നിയന്ത്രിക്കുന്നവൻ. അവൻ നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത് നിങ്ങളുടെ പുറത്തുള്ള കാര്യങ്ങളെ നോക്കിയല്ല, രഹസ്യ ജീവിതത്തെയും നിങ്ങളുടെ മനോഭാവത്തെയും നോക്കിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് അവസരം കിട്ടിയില്ലല്ലോ, പെർഫോമൻസ് കാണിക്കാൻ പറ്റിയില്ലല്ലോ, സ്റ്റേജ് കിട്ടിയില്ലല്ലോ, ഭാരപ്പെടേണ്ട. ഏറ്റവും വലിയവൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മസിലൊക്കെ ഉള്ള പൊക്കമുള്ള പട്ടാളക്കാരായ 3 പേരുള്ള ഒരു വീട്ടിൽ 7 പേരെയും മാറ്റി നിർത്തിയിട്ട് കൊച്ചു ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവ് ഹൃദയഭാവത്തിൽ. അതുകൊണ്ട് കൊച്ചു ദാവീദേ, നീ രാജാവായാൽ മതി.